ഡോക്ടർ, ഞാൻ അൽഫാം കഴിച്ചു. എനിക്ക് ക്യാൻസർ വരുമോ? കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലിനിക്കിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൽഫാം കഴിച്ചാൽ ക്യാൻസർ വരുമോ എന്ന് ആലോചിച്ച് ഭീതിയായി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇത്തരം ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് അപകടകരമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിൽ കരിഞ്ഞ ഭക്ഷണങ്ങൾ, ഈ കരിഞ്ഞ ഭാഗങ്ങൾ പലപ്പോഴും ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കരിഞ്ഞ ഭാഗങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു ഇത്തരം ഭക്ഷണങ്ങളോട്, ഫാസ്റ്റ് ഫുഡിനോട് അഡിക്റ്റഡ് ആയിട്ട് കഴിയുന്ന ആളുകളുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ വൈകി കഴിക്കുന്നത്, ധാരാളം രാത്രി സമയങ്ങളിൽ കൂട്ടുകാരോടൊപ്പം തന്നെ ഇത്തരം ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വൈകി കഴിക്കുക. അതോടൊപ്പം കൂടുതൽ അമിതമായിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ ഉപയോഗിക്കുക. ജീവിതശൈലി താളം തെറ്റുക, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുക, ഭക്ഷണശീലങ്ങളിൽ ഒരു കൃത്യത ഇല്ലായ്മയൊക്കെ വരുമ്പോൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും അതുപോലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളും വരുമെന്ന് നമ്മൾ ഓർക്കുക. അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഭീതി എടുത്തുകൊണ്ട് ഒരു മാനസിക സംഘർഷത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഇത്തരം കാര്യങ്ങളില്ല എന്നുള്ളതും നിങ്ങൾ ഓർക്കുക. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ യോഗയോ മെഡിറ്റേഷനോ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ച് നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഇത് ഭക്ഷണശീലങ്ങളിൽ കൃത്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം.